ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് രാജ്യങ്ങൾക്ക് അനുമതി നൽകി ട്രംപ് ഭരണകൂടം. 2022 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെയാണ് വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക പുതിയ ലൈസൻസ് അനുവദിച്ചത്. നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾ വാങ്ങുന്നതിനായി രാജ്യങ്ങൾക്ക് താൽക്കാലിക അനുമതി നൽകുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. നിലവിലുള്ള എണ്ണ ലഭ്യത ഉറപ്പാക്കാനായി എടുത്ത ഹ്രസ്വകാല നടപടി മാത്രമാണിതെന്ന് ട്രഷറി വകുപ്പ് വ്യക്തമാക്കി. മാർച്ച് 12-നകം കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്കോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കോ മാത്രമാണ് ഈ ഇളവ് ബാധകമാകുക. ഏപ്രിൽ 11 വരെയാണ് ഈ ലൈസൻസിന്റെ കാലാവധി. ഖനനവേളയിൽ ഈടാക്കുന്ന നികുതിയിലൂടെയാണ് റഷ്യൻ സർക്കാരിന് പ്രധാന വരുമാനം ലഭിക്കുന്നതെന്നും അതിനാൽ കടലിൽ എത്തിക്കഴിഞ്ഞ ഈ എണ്ണ വിറ്റഴിക്കുന്നത് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കില്ലെന്നും സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടു. രണ്ടാം വാരത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധത്തെ തുടർന്ന് ലോകത്തെ 1/5 എണ്ണ വിതരണം നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് എണ്ണവില കുതിച്ചുയരാൻ കാരണമായത്. യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കാനിടയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധരും നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നു. ഈ കടുത്ത ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനാണ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനെ നിസാരവൽക്കരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. എണ്ണവില വർദ്ധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമായ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എണ്ണവില കൂടുമ്പോൾ നമ്മൾ വലിയ ലാഭമുണ്ടാക്കുന്നു. എന്നാൽ അതിനേക്കാളേറെ എനിക്ക് പ്രാധാന്യമുള്ളത് ഇറാന്റെ ആണവ പദ്ധതികൾ തടയുന്നതിലാണ്. മധ്യ ഏഷ്യയെയും ലോകത്തെയും നശിപ്പിക്കാൻ ഇറാനെ ഞാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ഈ യുദ്ധം ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ളതാണെന്നും ഇറാന്റെ ഭീഷണി ഇല്ലാതാകുന്നതോടെ വില താനെ താഴുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനം മൂലം ലോകം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെയാണ് നേരിടുന്നതെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങളുടെ പക്കലുള്ള 40 കോടി ബാരൽ എണ്ണ കരുതൽ ശേഖരത്തിൽ നിന്ന് വിപണിയിലെത്തിക്കാൻ IEA തീരുമാനിച്ചു. എണ്ണവില ബാരലിന് $100 മുകളിൽ തുടരുന്നത് പല വികസ്വര രാജ്യങ്ങളെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഇന്ധനപാതയായ ഹോർമുസ് സ്തംഭിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ സംഭരണികൾ നിറയുകയും കയറ്റുമതി തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് ഉൾപ്പെടെയുള്ള 7 ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിദിന ഉൽപാദനത്തിൽ കുറഞ്ഞത് 1 കോടി ബാരലിന്റെ എങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. കപ്പൽ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിച്ചില്ലെങ്കിൽ വിതരണ രംഗത്ത് പ്രതിസന്ധി ഇനിയും രൂക്ഷമാകുമെന്നും ഏജൻസി വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഇന്ധന കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായാൽ പോലും അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സൈനിക വിഭാഗമായ ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. ഈ തിരിച്ചടി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയ്ക്കും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും താൽപര്യമുള്ള മേഖലയിലെ എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും അഗ്നിക്കിരയാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US-ഇസ്രായേൽ ഇറാൻ യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ആശങ്ക ശരിവെക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.